നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം അർജന്റീന ഫുട്ബോൾ ടീം നടത്തിയ സെലിബ്രേഷൻ അത് വലിയ വിവാദങ്ങളിലാണ് കലാശിച്ചത്. എൻസോ ഫെർണാണ്ടസ് അടക്കമുള്ള അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുകയായിരുന്നു. പിന്നീട് തന്റെ തെറ്റ് മനസ്സിലാക്കിയ എൻസോ ഫെർണാണ്ടസ് ഉടൻ തന്നെ പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങിയിരുന്നില്ല. ചെൽസി താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെതിരെ പരസ്യമായി കൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് എൻസോ ഫെർണാണ്ടസ് ചെൽസി ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. അവിടെയുള്ള ഓരോ താരങ്ങളോടും അദ്ദേഹം വ്യക്തിപരമായി തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു പിന്നാലെ വെസ്ലി ഫൊഫാന എൻസോയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എൻസോ ഫെർണാണ്ടസ് ഒരു റേസിസ്റ്റ് അല്ല എന്നാണ് ഇപ്പോൾ ചെൽസി സഹതാരമായ ഫൊഫാന പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻസോ തിരിച്ചെത്തിയതിൽ ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നു. എന്തുകൊണ്ട് ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നത് ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹവും അതേക്കുറിച്ച് എന്നോട് സംസാരിച്ചു. എന്നോട് അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഫ്രഞ്ച് താരങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് എൻസോ പറഞ്ഞിട്ടുണ്ട്. അത് പാടുന്ന സമയത്ത് അതിന്റെ അർത്ഥം പോലും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം. എൻസോ ഒരു റേസിസ്റ്റ് അല്ല. അവരുടെ പ്രവൃത്തി മോശമായിരുന്നു. എൻസോ മാത്രമല്ല അതിൽ ഉണ്ടായിരുന്നത്. അർജന്റീൻ ടീം ഒന്നടങ്കം അതിന്റെ ഭാഗമായിട്ടുണ്ട്. എൻസോ അതിന്റെ ഒരു ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പരസ്പരം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹം സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അർജന്റീനയുടെ ഒരു വലിയ താരമാണ്. ഈ സംഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയിൽ തന്നെ ഒരു വ്യത്യസ്തമായ കൾച്ചറാണ് ഉള്ളത്. ഇതാണ് വെസ്ലി ഫൊഫാന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ടീം മീറ്റിംഗിലാണ് എൻസോ ഫെർണാണ്ടസ് എല്ലാവരോടും പരസ്യമായി കൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ആന്റി ഡിസ്ക്രിമിനേഷൻ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേഷൻ നൽകാനും അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് ചെൽസി ക്യാമ്പിൽ നിന്നുള്ള വാർത്ത. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.